വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. RRB ജനറൽ സയൻസ് കെമിസ്ട്രിയിൽ നമ്മൾ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതോ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. RRB ജനറൽ സയൻസിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു തുടക്കത്തിൽ ഒരു ആവേശം മാത്രമേ ഉള്ളൂ, പിന്നീട് അങ്ങോട്ട് പോകും തോറും പ്രിപ്പറേഷനൊക്കെ മോശമായിട്ട് പോവുകയാണോ? അങ്ങനെ പോകരുത്. എന്ത് ചെയ്യണം? കൃത്യമായിട്ട്, അതായത് നമ്മളൊരു ഡെയിലി ഒരു കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതായത് നമ്മൾ പരീക്ഷയ്ക്ക് ഒരു മാസം മുന്നേയോ അല്ലെങ്കിൽ 2 മാസം മുന്നേയോ നമ്മൾ ഒരുപാട് സമയം എക്സാമിന് വേണ്ടി മാറ്റി വയ്ക്കുന്നതിനേക്കാളും നല്ലത് ഡെയിലി ഒരു കുറച്ച് സമയം, ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂറൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്ന ഒരാളെയും അല്ല, ഇപ്പോൾ എന്താ പറയുന്ന ഒരാൾ പഠിക്കുന്നു, 2 പേര് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നു, അത് ഒരാൾക്ക് കിട്ടും ഒരാൾക്ക് കിട്ടായിരിക്കും. ആ കിട്ടുന്ന ആളുടെ ഭാഗ്യമെന്ന് നമ്മൾ പറയുമെങ്കിൽ നമ്മൾ അവരുടെ ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് എപ്പോഴും ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ കിട്ടാറുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ദിവസം മോട്ടിവേഷൻ ഉണ്ടാവും, അപ്പോൾ നമ്മൾ പഠിക്കും. അടുത്ത ദിവസം മോട്ടിവേഷൻ പോകും, മോട്ടിവേഷൻ പോകുമ്പോൾ വന്ന് പഠിക്കുന്നില്ല. അങ്ങനെ 2-3 ദിവസം പോകുന്നു, പിന്നെ വീണ്ടും എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോഴോ എന്തെങ്കിലും ക്ലാസ്സോ അല്ല വീഡിയോയോ കാണുമ്പോഴോ വീണ്ടും മോട്ടിവേഷൻ വരുന്നു. ഒരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മോട്ടിവേഷനെ ഡിപ്പെൻഡ് ചെയ്താവരുത്, ഡിസിപ്ലിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം. അതായത് ഒരു ഡിസിപ്ലിൻ വേണം. അതായത് നിങ്ങളൊരു കാര്യം കമ്മിറ്റ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് പുറകെ അത് തീരുന്നത് വരെ നിൽക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം. ഓക്കെ, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇപ്പോൾ കുറച്ച് ദിവസം നിങ്ങൾക്ക് മിസ്സായി പോയെങ്കിൽ സാരമില്ല, ഇപ്പോൾ തന്നെ തുടങ്ങുക, ഇന്നോട്ട് തുടങ്ങുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അതായത് ഈവൻ നിങ്ങൾ പറയുന്ന ഒരു അരമണിക്കൂറാണെങ്കിൽ പോലും ഡെയിലി, അല്ല ഈവൻ ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ പോലും കൃത്യമായി എല്ലാ ദിവസവും 15 മിനിറ്റ് മാറ്റി വെച്ചാൽ ഉറപ്പായിട്ടും എക്സാമിൽ നിങ്ങൾക്ക് ക്ലിയർ ആകാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് എന്താണ്, കൂടുതലാണ്. അതെപ്പോഴും മനസ്സിലുണ്ടാവണം. നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും മോട്ടിവേഷനെ ഡിപ്പെൻഡ് ചെയ്താവരുത്, അത് ഡിസിപ്ലിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ആറ്റംസിൻ്റെ ഏതാണ്ട് ലാസ്റ്റ് ക്ലാസ്സാണ്. ഇന്നത്തോടെ ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്ക് തീരും. അപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിൾ തീർത്തു, ആറ്റംസ് തീർത്തു, അടുത്ത ക്ലാസ്സിൽ നമ്മൾ മോളിക്യൂൾസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മളങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുകയാണ്, ഒരു സൈഡിൽ നിന്ന് ടോപ്പിക്ക് കവർ ചെയ്ത് പോവുകയാണ്. കൂട്ടത്തിൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കിട്ടുന്നില്ലെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി, അതിനകത്ത് എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ല യൂട്യൂബിലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ആ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു നിർത്തിയ വരെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, നോട്ട് വായിച്ചു നോക്കിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് എന്ത് ചെയ്യാണ്, അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഇത് ലാസ്റ്റ് ടോപ്പിക്കാണ് ആറ്റവും അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഇനി നമ്മൾ നോക്കാനുള്ള കുറച്ച് ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും ഒന്ന് നോക്കാം. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലേ? ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു, അല്ലേ? എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ, ഒരു ആറ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ആറ്റത്തിൻ്റെ നടുക്ക് കാണുന്ന ഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, അല്ലേ? ആ ന്യൂക്ലിയസിനകത്താണ് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും ഉള്ളത്. അങ്ങനെയുള്ള ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ലൈയിങ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് എനി ആറ്റം ഈസ് കോൾഡ് അറ്റോമിക് നമ്പർ. ഈ അറ്റോമിക് നമ്പർ നമ്മൾ ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്നാണ് പറയുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പ്രോട്ടോൺ ഉള്ളത് ഹൈഡ്രോജനാണ്, എന്നാൽ പ്രോട്ടോൺ എണ്ണം 2ആയിട്ട് മാറിയാൽ അത് ഹീലിയം ആയിട്ട് മാറും, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. 3 ലിഥിയമാവും, 4 ബെരീലിയമാവും, 5 ബോറോണാവും. ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് എൻറ്റയർലി എന്താണ്, വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അറ്റോമിക് നമ്പറാണ്. പീരിയോഡിക് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ആരെയാണ് ചൂസ് ചെയ്തത്, അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ലോ പോലും ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പ്രീവിയസ് ഒരു ചോദ്യം നോക്കുക. അപ്പോൾ ഇത് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ചോദിച്ചൊരു ചോദ്യമാണ്. ചോദ്യത്തിൽ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. പക്ഷേ ആ ചോദ്യത്തിൽ ചോദിച്ച സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ന്യൂട്രലായ ഒരു ആറ്റത്തിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിന് ഈക്വൽ ആണോ അല്ലേ എന്നതായിരുന്നു ആ ചോദ്യത്തിൻ്റെ മീനിങ്. ഓക്കെ, ചോദ്യം വന്ന രീതി വേറെ ആയിരുന്നു. നമ്മുടെ 2ാമത്തെയോ 3ാമത്തെയോ ചോദ്യ പേപ്പറിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതിൽ ഈ പറയുന്ന ചോദ്യം വരുന്നുമുണ്ട്. ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ കിട്ടിയിട്ടുണ്ടാവും, അല്ലേ? ഒരു ന്യൂട്രലായ ആറ്റത്തിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്ന അറ്റോമിക് നമ്പറിന് ഈക്വൽ ആണോ അല്ലേ എന്നാണ് അതിൻ്റെ ഉത്തരം. യെസ്. ഒരു ന്യൂട്രലായ ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ആറ്റം ന്യൂട്രൽ എന്ന് വെച്ചാൽ അതിനകത്ത് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ലെന്നാണ് അർത്ഥം. എങ്കിൽ അതിനകത്തുള്ള പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസിൻ്റെയും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിൻ്റെയും എണ്ണം എന്തായിരിക്കും,
സെയിം ആയിരിക്കും. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാലും അത് തന്നെ ആയിരിക്കുമല്ലോ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. സോ ന്യൂട്രൽ ആറ്റം ആണെങ്കിൽ നമുക്ക് അറ്റോമിക് നമ്പർ ഓഫ് പ്രോട്ടോൺ എന്നോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്നോ പറയാം, തെറ്റില്ല. അതൊന്ന് ഓർത്ത് വെച്ചോളാം, അതൊരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അപ്പോൾ അറ്റോമിക് നമ്പർ മനസ്സിലായെങ്കിൽ നമുക്ക് മാസ് നമ്പറിലോട്ട് പോകാം. അറ്റോമിക് നമ്പറിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇസഡ് ഉപയോഗിച്ചിട്ടാണ്, അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഇസഡ് എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ അറ്റോമിക് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന ഇതേ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിൻ്റെയും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണിൻ്റെയും എണ്ണത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാസ് നമ്പർ എന്ന് വിളിക്കുന്നത്. എ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ മാസ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മാസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ സം ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാസ് നമ്പർ എന്ന് വിളിക്കുന്നത്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലെങ്കിൽ ഇസഡ് പ്ലസ് എൻ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് രണ്ടും ഇപ്പോൾ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാവശ്യമുണ്ട്, ഇപ്പോൾ മനസ്സിലാക്കാം. നോക്കിയോ, ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ആറ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു ആറ്റത്തിൻ്റെ സിമ്പിൾ എന്നാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. Mg എന്ന് വെച്ചാൽ മെഗ്നീഷ്യമാണ്. അപ്പോൾ ഈ പറയുന്ന മെഗ്നീഷ്യത്തിൻ്റെ നമുക്ക് താഴെ കാണുന്ന ഈ ചെറുതായിട്ട് താഴെ എഴുതിയിരിക്കുന്നത് എപ്പോഴും അറ്റോമിക് നമ്പറും മേളിൽ എഴുതുന്നത് മാസ് നമ്പറുമാണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ മുകളിൽ എഴുതുന്നത് മാസ് നമ്പർ, താഴെ എഴുതുന്നത് അറ്റോമിക് നമ്പറുമാണ്. ഇനി ഇത് വെച്ചുകൊണ്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയാൻ പോവാം. ഒന്ന്, എന്താണ് ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ, എന്താണ് ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ, ഒരു ആറ്റം നമ്മൾ എടുക്കുകയാണ്, ആ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ മാസ് നമ്പർ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് സെയിം ആണ്, പക്ഷേ അതിൻ്റെ മാസ് നമ്പർ എന്ത് ചെയ്യുന്നു, മാറുന്നു. ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ സെയിം ആണെന്ന് മാസ് നമ്പർ മാറുന്നു എന്ന് വെച്ചാൽ നമ്മളൊരു ആറ്റം എടുത്ത് അതിൻ്റെ ന്യൂക്ലിയസ് എടുത്തപ്പോൾ അതിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് മാറ്റമൊന്നുമില്ല, അതിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് മാറ്റമൊന്നും ഇല്ല, അതാണ് എൻ്റെ അറ്റോമിക് നമ്പർ സെയിം എന്ന് പറയുന്നത്. പക്ഷേ ന്യൂട്രോണിൻ്റെ എണ്ണത്തിന് എന്താണ് മാറ്റം വരികയാണ്. ഇപ്പോൾ ആദ്യത്തിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കുക, അടുത്തതിൽ ഒരു ന്യൂട്രോൺ ഉണ്ട്, അടുത്ത രണ്ട് ന്യൂട്രോൺ ഉണ്ട് എന്നിങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ വരുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. അതായത് ഐസോടോപ്പ് ആർ ആറ്റംസ് isotopes are the atoms in which the number of neutrons differ and the number of protons are same. അല്ലേ, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും ഉള്ള ആറ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഒരു ആറ്റത്തിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയെ തീരുമാനിക്കുന്നത് അറ്റോമിക് നമ്പറാണ്. ഓക്കെ, ഒരു ആറ്റത്തിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയെ തീരുമാനിക്കുന്നത് അറ്റോമിക് നമ്പറാണ്. അപ്പോൾ ഐസോടോപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കെമിക്കൽ ബിഹേവിയർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, കാരണം അവർ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് സെയിം ആണ്. പക്ഷേ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഇപ്പോൾ നമുക്കറിയാം നിറം, മണം, അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ എന്ന് പറയുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസ് നമ്പറാണ്. അപ്പോൾ ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കെമിക്കൽ ബിഹേവിയർ സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം വേരി ചെയ്യുന്ന കാരണം അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും, ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഉദാഹരണം നോക്കുക, നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹൈഡ്രോജൻ. ഹൈഡ്രോജന് 3 ഐസോടോപ്പാണ് ഉള്ളത്, പ്രോട്ടിയം, ഡ്യൂട്രിയം, ട്രിഷ്യം. പേരെന്ന് പറഞ്ഞേ, പ്രോട്ടിയം, ഡ്യൂട്രിയം, ട്രിഷ്യം എന്നിങ്ങനെ 3 ഐസോടോപ്പുകളാണ് ഉള്ളത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഈ പറയുന്ന ആദ്യത്തെ പ്രോട്ടിയം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 1. ഇവിടെയും പ്രോട്ടോണിൻ്റെ എണ്ണം 1, ഇവിടെയും പ്രോട്ടോണിൻ്റെ എണ്ണം 1. പക്ഷേ ന്യൂട്രോണിൻ്റെ എണ്ണം നോക്കിയേ, ഇവിടെ എന്താണ്, ന്യൂട്രോണിൻ്റെ എണ്ണം ഒന്നും ഇല്ല. അപ്പോൾ മാസ് നമ്പർ എത്രയായിട്ട് മാറും, 1 ആയിട്ട് മാറും. കാരണം മാസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. പ്രോട്ടോൺ 1 ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്താണ്, മാസ് നമ്പർ 1 എന്ന് വരും. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ന്യൂട്രോൺ വന്നു, അപ്പോൾ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ 2 എണ്ണമായി മാസ് നമ്പർ. ഇവിടെയാണെങ്കിൽ ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണും വന്നു, അപ്പോൾ മാസ് നമ്പർ എത്രയായി, 3 ആയിട്ട് മാറി. അപ്പോൾ നോക്കിയേ, 3 പേരുടെയും അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്, 1 തന്നെയാണ്. പക്ഷേ മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടിയത്തിന് 1, ഡ്യൂട്രിയത്തിന് 2, ട്രിഷ്യത്തിന് 3 അതായത് ഇവർ 3 പേരുടെയും കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആണെങ്കിലും അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്താണ്, ഡിഫറൻ്റ് ആണ്. സോ ഇതൊരു എക്സാമ്പിളാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഐസോബാറുകൾ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് നമ്മൾ ഐസോടോപ്പ് പറയുമ്പോൾ അതെല്ലാം സെയിം എലമെൻ്റ് ആയിരിക്കും, ആണല്ലോ, കാരണം അറ്റോമിക് നമ്പർ സെയിം ആണ്. പക്ഷേ ഐസോബാറിൽ വരുമ്പോൾ ഒരിക്കലും സെയിം എലമെൻ്റ് അല്ല, ഡിഫറൻറ്റ് എലമെൻ്റ് ആണ്. എന്താണ്, ഡിഫറൻറ്റ് എലമെൻ്റ് ആണ്. പക്ഷേ ഇവരുടെ അറ്റോമിക് നമ്പർ ഒരു കാരണവശാലും സെയിം ആവാൻ പോകുന്നില്ല, കാരണം അറ്റോമിക് നമ്പർ സെയിം ആയല്ലോ, അല്ലെ, സെയിം എലമെൻ്റ് ആയല്ലോ. അപ്പോൾ അറ്റോമിക് നമ്പർ സെയിം അല്ല, പക്ഷേ എന്ത് സെയിം ആയിരിക്കും, മാസ് നമ്പർ സെയിം ആയിരിക്കും. ഉദാഹരണം നോക്കുന്നതാണ് നല്ലത്. ഇവിടെ കണ്ടോ, ആർഗൺ, പൊട്ടാസ്യം, കാൽഷ്യം, 3 പേരുടെ അറ്റോമിക് നമ്പർ നോക്കിയത്, അറ്റോമിക് നമ്പർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, 18, 19, 20. അപ്പോൾ അറ്റോമിക് നമ്പർ എന്താണ്, വ്യത്യാസമാണ്. സോ ഇവർ 3 പേരാണ്, ആർഗനാണ്, പൊട്ടാസ്യമാണ്, കാൽഷ്യമാണ്. ഇത് നോക്കിക്കോ, മാസ് നമ്പറിലാണ് കാര്യം ഇരിക്കുന്നത്. കണ്ടോ, ഇവിടെ കണ്ടോ,
22 ന്യൂട്രോൺ ഉണ്ട്, ഇവിടെ 21 ന്യൂട്രോൺ ഉണ്ട്, ഇവിടെ 20 ന്യൂട്രോൺ ഉണ്ട്. പ്രോട്ടോൺ എന്ന് പറയുന്നത് 18, 19, 20 അക്കോർഡിംഗ് ടു ദ അറ്റോമിക് നമ്പർ. അപ്പോൾ കൂട്ടുമ്പോൾ എന്ത് പറ്റും? 18 + 22 നമുക്ക് 40 കിട്ടും. 19 + 21 40 കിട്ടും. 20 + 20 എത്ര കിട്ടും? 40 കിട്ടും. അപ്പോൾ എന്താണ് പറ്റുന്നത്? ഐസോബാർ എന്ന് പറയുമ്പോൾ സെയിം മാസ് നമ്പർ ആയിരിക്കും, പക്ഷേ ഡിഫറൻറ്റ് എന്തായിരിക്കും? അറ്റോമിക് നമ്പർ ആയിരിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോബാറുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോക്കടാ, മാസ് നമ്പർ എന്ന് പറയുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടി കുറിക്കുന്ന ഒന്നും അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന കെമിക്കൽ പ്രോപ്പർട്ടി കുറിക്കുന്ന ഒന്നുമായിരിക്കും. അപ്പോൾ ഇവർ 3 പേര് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് എന്തുണ്ട്? സിമിലാരിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് ഐസോബാർ എന്ന് വെച്ചാൽ. ഐസോബാർ ആർ ആറ്റംസ് ഓഫ് ഡിഫറൻറ്റ് കെമിക്കൽ എലമെൻറ്റ് വിച്ച് ആർ ഡിഫറൻറ്റ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടി ബട്ട് ഹാസ് ദ സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടി. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം കണ്ടോ? അതായത് ഇവരുടെ എന്തായിരിക്കും? ഇവരുടെ ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷേ എന്തായിരിക്കും? സെയിം മാസ് നമ്പർ ആയിരിക്കും അവർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഐസോടോപ്പ്, ഐസോബാർ മനസ്സിലായി. ഇനി ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടേമാണ് അയോൺ. ഓക്കെ, എന്താണ് അയോൺ? ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, നമ്മളിപ്പോൾ സോഡിയം എന്ന് പറയുന്ന ഒരു ആറ്റം, അതെന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോഴത്തേക്കും അത് Na+ ആയിട്ട് മാറും അല്ലേ? അടുത്തത് Cl, ക്ലോറിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? Cl- ആയിട്ട് മാറും അല്ലേ? നമ്മൾ എഴുതുന്ന രീതി വേറെ ഒന്നാണ്. അതായത് Cl+ ഈ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? അത് Cl- ആയിട്ട് മാറും. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ആറ്റത്തോടൊപ്പം ഇതുപോലത്തെ ഒരു സൈൻ കൊടുക്കാറുണ്ട് അല്ലേ? ചാർജ് കാണിക്കുന്ന സൈൻ. അങ്ങനെ ചാർജുള്ള ആറ്റങ്ങൾ വിളിക്കുന്ന പേരാണ് അയോൺസ്. ഓക്കെ, അയോൺസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഹാവിങ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ്. അതിൽ പോസിറ്റീവ് ചാർജ് ഉള്ളവർ നമ്മൾ കാറ്റിയോൺ എന്നും, നെഗറ്റീവ് ചാർജ് ഉള്ളവർ നമ്മൾ എന്ത് വിളിക്കും? ആനിയോൺ എന്നും വിളിക്കും. അപ്പോൾ പോസിറ്റീവ് ചാർജ് കാറ്റിയോണ്, നെഗറ്റീവ് ചാർജ് ആനിയോൺ. ഇത് നമ്മൾ കെമിസ്ട്രിയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ നിന്നൊരു കാര്യം ഞാൻ ഇവിടെ മോളിൽ പറഞ്ഞു കണ്ടോ? അത് ഇവിടെ തൊട്ട് മുതൽ റിയാക്ഷൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ കണ്ടോ? സോഡിയം എന്തിനാണ് ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത്? അല്ലെ, ആ ഇലക്ട്രോൺ എന്തിനാണ് നമ്മൾ ഈ ക്ലോറിൻ അക്സെപ്റ്റ് ചെയ്തത്? അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്തിനാണ് സോഡിയം ക്ലോറൈഡായിട്ട് ഈ പ്ലസ് മൈനസും കൂടി തമ്മിൽ ചേർന്നിട്ട് എന്തിനാണ് NaCl എന്ന് പറയുന്ന ഉപ്പായിട്ട് മാറുന്നത്? അപ്പോൾ ഇവർക്ക് എന്തിൻ്റെ ആവശ്യം എന്താ? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ പറയുന്ന ആറ്റം എന്ന് പറയുന്നത് ഇവിടുന്ന് ചോദ്യം പ്രീവിയസ് വന്നിട്ടുണ്ട്, കഴിഞ്ഞ ചോദ്യ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുത്താൽ അതിൽ ഏറ്റവും ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ളത് ആരാണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു ആറ്റം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് റിയാക്റ്റീവ് ആണോ അല്ലെങ്കിൽ തീരുമാനിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ്? ഈ പറയുന്ന ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എപ്പോഴും എത്ര എണ്ണം വേണം? 8 എണ്ണം വേണം അല്ലേ? ഈ 8 എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചെണ്ണമേ ഉള്ളൂവെങ്കിൽ അതിനെ നമ്മൾ ആ എലമെൻറ്റ് നഷ്ടപ്പെടുത്തും. ഇനി കുറച്ചെണ്ണം മതിയെങ്കിൽ എന്ത് പറ്റും? നമ്മൾ മറ്റൊരിടത്ത് നിന്ന് കടമായിട്ട് ഇങ്ങോട്ട് വാങ്ങും. അങ്ങനെയാണ് നമ്മൾ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നത്? പരസ്പരം കമ്പൈൻ ചെയ്യുന്നത്. അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം അവർ ജോയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് കെമിക്കൽ ബോണ്ടിങ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് തുടക്കമാണ് പറയുന്നത്. ആറ്റം കമ്പൈൻ ചെയ്യുന്നത് എന്തിനാണ്? ആറ്റം കമ്പൈൻ ചെയ്യുന്നത് നോബിൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഔട്ടർ മോസ്റ്റിൽ 8 എണ്ണം വേണം. ഇനി ഈ ഔട്ടർ മോസ്റ്റിൽ 8 എണ്ണം ഇല്ലെങ്കിൽ അവിടെ കുറച്ച് കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുമല്ലോ. ആ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാലൻസി എന്ന് വിളിക്കുന്നത്. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എപ്പോഴും വാലൻസി എന്ന് പറയപ്പെടുന്നത്. ഈ വാലൻസി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു എലമെൻറ്റിൻ്റെ റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സോഡിയം എടുത്തു കഴിഞ്ഞാൽ സോഡിയം അറ്റോമിക് നമ്പർ 11 അപ്പോൾ 2, 8 വന്നു കഴിഞ്ഞാൽ എത്രയായി? 10 പിന്നെ 1 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരെണ്ണം എന്ന് പറയുന്നത് അധികപ്പറ്റാണ്. ഇവനെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ സോഡിയത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ടർ മോസ്റ്റിനകത്ത് 8 എണ്ണമാക്കാൻ പറ്റും. അപ്പോൾ ഇവനെ ഒന്നിനെ എന്ത് ചെയ്യും? എടുത്ത് കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റിയാക്ടിവിറ്റി പറയുന്നത്? ഇലക്ട്രോ പോസിറ്റിവിറ്റിയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും നമ്മൾ അന്ന് പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു പോയതാണ്, ഞാൻ ഒന്നുകൂടി ഓർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഫിൽഡ് ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ കെമിക്കലി ആക്റ്റീവായിട്ട് മാറുന്നത്. അങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ ചെയ്യുന്നത്. അങ്ങനെ ഔട്ടർ മോസ്റ്റ് നമുക്കറിയാലോ, മാക്സിമം 8 എണ്ണം ഔട്ടർ മോസ്റ്റ് ഇരിക്കുന്നതാണ് ആറ്റങ്ങൾക്ക് ഇഷ്ടം. അതിനാണ് നമ്മൾ ഒക്ടക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഈ ഒക്ടക്റ്റ് റൂൾ അനുസരിച്ചാണ് വാലൻസി ഉണ്ടാകുന്നത്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുകയോ ഗെയിൻ ചെയ്യുകയോ ചെയ്യും. അതിനാണ് വാലൻസി എന്ന് പറയുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ ഇവരുടെ ഔട്ടർ മോസ്റ്റിനകത്ത് 8 എണ്ണം അല്ല ഉള്ളത്. ഔട്ടർ മോസ്റ്റ് 2 എണ്ണം എത്താനാണ് അവർ ശ്രമിക്കുന്നത്. കാരണം എന്താണ്? അവർക്ക് ഇലക്ട്രോണിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് 8 പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ്? 2 എണ്ണം മതി ഔട്ടറിൽ. ഓക്കെ, അപ്പോൾ 2 ഇലക്ട്രോൺ ആയിരിക്കും, അല്ലെങ്കിൽ ഡ്യൂപ്ലറ്റ് റൂൾ ആയിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂപ്ലറ്റ് റൂൾ ഫോളോ ചെയ്യുന്ന ആരൊക്കെയാണ്? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ. കാരണം നിങ്ങൾക്ക് തന്നെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഇതാണ് വാലൻസി എന്ന് പറയും.
അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്കും ആറ്റം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ അത്യാവശ്യം നോക്കേണ്ട കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഇനി വരുന്നത് മോളിക്യൂളുകളെ പറ്റിയിട്ടാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ മോളിക്യൂൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട്, നിങ്ങൾ കൂടെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അപ്പോൾ ക്ലാസ്സുകൾ ഇപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.